യാത്രകൾ എപ്പോഴും നമുക്ക് മനസ്സിന് സമാധാനം അതുപോലെ തന്നെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങൾ ഫാമിലി ഒന്നടങ്കമുണ്ട്. ഉപ്പ അല്ലാത്ത എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. 2 പെങ്ങന്മാരും അവരുടെ ഫാമിലിയും അതുപോലെ തന്നെ ഞാനും എൻ്റെ ഫാമിലിയും ഉമ്മയും എല്ലാവരും അടങ്ങുന്നവരാണ് കേട്ടോ. ഞങ്ങൾ ഈ യാത്ര ഒരു ആഘോഷം കൂടിയാണ് ഇന്ന്. ഗായ്സ് എല്ലാവരും ഇപ്പം ട്രെൻഡിനൊപ്പമാണ് കേട്ടോ. ഇപ്പം കനാലിൽ വെള്ളം വന്നപ്പോൾ അതിൽ തന്നെ കേക്ക് മുറിക്കുകയാണ്. ഞങ്ങളിത് അവിടെ കേക്ക് മുറിക്കാനായിട്ട് മുത്തപ്പൻ പുഴയിലേക്കാണ് കേട്ടോ വന്നത്. ഇപ്പോൾ നമ്മളിതാ നമ്മളെ നിജിനാസിനും അജിനാസിനും A+ കിട്ടിയതിൻ്റെ ആഘോഷിക്കാവുന്നതാണ് മുത്തപ്പൻ പോയാലിട്ടും. കൊടുക്കണ്ട കുറായി പോകും. അവിടെ കൊടുത്തില്ല കൊടുക്കി ഞങ്ങൾ ചെന്ന പാടെ തന്നെ നല്ല മഴ ആയിരുന്നു. പിന്നെ മഴയൊക്കെ മാറി ചെറിയ ചാറ്റൽ മഴ ആയപ്പോഴാണ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങിയത്. ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ വന്ന് കുളിക്കാനൊക്കെ പറ്റിയ ഫാമിലി ആയിട്ട് വന്ന് കുളിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അധികം റിസ്ക് ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. കിടിലൻ ചലഞ്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ പാറ നമ്മൾ അട്ടിക്കാരാ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തള്ളിയിടുക എന്നുള്ളതാണ് ചലഞ്ച്. കൊണ്ടില്ല കൊണ്ടില്ല ഇല്ല 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 പരാജയം ഏറ്റുവാങ്ങേണ്ടി വരൂ. ഇപ്പം അടുത്തതായിട്ട് ഒരു ചലഞ്ച് കൂടിയാണ് അവർ പറഞ്ഞത്. 2 അളിയന്മാരും മക്കളും അതുപോലെ തന്നെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ചലഞ്ചാണിത്. 4 കല്ലിനോട് ആ കുപ്പി 4 കല്ലിൻ്റെ ഉള്ളിൽ അത് എറിഞ്ഞു കളിക്കണം അല്ലേ? ആ കുപ്പി 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 സ്റ്റാർട്ട് ചെയ്യല്ലേ? ആ ഇല്ല, കുപ്പി അനങ്ങിയില്ല കുപ്പി അനങ്ങിയില്ല കുപ്പി അനങ്ങിയില്ല കുപ്പി കല്ലൊക്കെ 4, 5, 6 ഒക്കെ ആയാലേറ്. അപ്പൊ ബ്രോസ്റ്റ് പറഞ്ഞേ ബ്രോസ്റ്റ് ബ്രോസ്റ്റ് അപ്പൊ ബ്രോസ്റ്റ് ഇന്നത്തേക്കുള്ള ബ്രോസ്റ്റ് ആയില്ലേ? ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറകൾ, ഒരുപാട് പാറകൾ ഇതുപോലെ ഉണ്ട് കേട്ടോ. നല്ല മനോഹരമായ ഒരു സ്ഥലങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇതുപോലെ മഴയുള്ള സമയത്താണെങ്കിൽ വഴുക്കുകൾ ഉണ്ടാവും. പാറയിലൊക്കെ ചവിട്ടുമ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ മഴയുടെ വെള്ളത്തിൻ്റെ നമുക്ക് മാറ്റം അറിയാൻ പറ്റും. വെള്ളം സ്പീഡിൽ വരുന്നുണ്ടോ, വെള്ളം മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വെള്ളം അധികമായി വരുന്നുണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി മാറ്റിയിട്ട് നമ്മൾ തിരിച്ചു പോരുന്നതാണ് ഏറ്റവും നല്ലത്. മഴയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഈ ഒരു ഏതൊരു മലവെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള പുഴകളിലേക്ക് പോകുമ്പോഴും മഴയെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് കണ്ടില്ലേ, നല്ല തണുത്ത വെള്ളം, അധികം റിസ്കുകളില്ല, നല്ല സുഖമായിട്ട് സന്തോഷത്തോടെ തന്നെ നമുക്ക് കുളിച്ചിട്ട് പോകാം. വെള്ളത്തിൻ്റെ മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ മാറ്റം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഹൈറ്റില്ല, അതുപോലെ തന്നെ മറ്റ് റിസ്കുകളും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആർക്കും, കുട്ടികളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം യൂട്യൂബിലൊക്കെ കുട്ടികളെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുമ്പോൾ വെള്ളത്തിൽ കളിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രശ്നമാണെന്നുള്ള നിലക്കാണ് നമ്മൾ ആ വീഡിയോ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത്. കാരണം യൂട്യൂബിനെ പ്രത്യേകിച്ച്
യൂട്യൂബിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ കുട്ടികളെ തന്നെ നമ്മൾ വെച്ച് കുളിപ്പിക്കുമ്പോൾ പിന്നെ റിസ്ക് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ വെച്ച് കുളിക്കുമ്പോൾ അതൊക്കെ യൂട്യൂബിൻ്റെ നിയമവ്യവസ്ഥകൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോകൾ നമുക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെ കുട്ടികളെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മനോഹരമായ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലാണ് കേട്ടോ. മുത്തപ്പൻപുഴ എന്നാണ് ഈ ഒരു പുഴയ്ക്ക് പേര് പറയുന്നത്. ആനക്കാംപൊയിൽ നിന്ന് മുന്നോട്ട് മുത്തപ്പൻപുഴ നിങ്ങൾക്ക് ഏകദേശം ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മുത്തപ്പൻപുഴയിലേക്ക് എത്താവുന്നതാണ്. മുത്തപ്പൻപുഴ ചെറിയൊരു അങ്ങാടിയാണ്. ആ അങ്ങാടിയിൽ നിന്ന് കുറച്ച് ഈ അങ്ങാടിയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അങ്ങാടിയിൽ നിന്ന് ഇടത്തോട്ട് റോഡ് കാണാം. ആ റോഡിലേക്ക് മുന്നോട്ടങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിലേക്ക് എത്താം. ഇനി മറ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും ഉമ്മച്ചി ഇവിടെ സെറ്റായി നിൽക്കാൻ കേട്ടോ. ഇവർക്ക് കേക്ക് മാത്രം പോരാ, ക്യാഷ് അവാർഡ് കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി ഇതാ ക്യാഷ് അവാർഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാൾക്കും ക്യാഷ് അവാർഡ് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. അപ്പോൾ ഉമ്മച്ചിയൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ട് നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോയിരുന്നത്. അജുവിനാണ് ഇപ്പോൾ ക്യാഷ് അവാർഡ് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നിജുവിനും കൊടുക്കണം. ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്ത 2 കുട്ടികളാണ് ഇട്ടത്. 2 പെങ്ങന്മാരെ മൂത്ത കുട്ടികളാണിത്. അപ്പോൾ അവർക്ക് എന്തായാലും നമുക്ക് പ്രോത്സാഹനം നൽകണമല്ലോ.